ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ BA ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് BG 141 അണ്ടർസ്റ്റാൻഡിങ് പ്രോസിലെ ബ്ലോക്ക് 3ലെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും എന്നാൽ എന്ത്, അതിൻ്റെ ഒരു വരവ് എങ്ങനെയായിരുന്നു, ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ അതുപോലെ തന്നെ MK ഗാന്ധിയുടെ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞ ഓട്ടോബയോഗ്രഫിയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അറ്റ് ഫസ്റ്റ് എന്താണ് ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി, ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് എന്താണെന്ന് അറിയണം. ബിക്കോസ് ദ എൻറ്റയർ ബ്ലോക്ക്, ഈ ഒരു ബ്ലോക്ക് 3 ഫുള്ള് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബയോഗ്രഫിക്കും ഓട്ടോബയോഗ്രഫിക്കുമാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. അപ്പോൾ വാട്ട് ഈസ് ബയോഗ്രഫി, എന്താണ് ബയോഗ്രഫി? നമുക്കറിയാം, ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ കംപ്ലീറ്റ് ലൈഫിനെ കുറിച്ച് എഴുതുന്നതാണ് ബയോഗ്രഫി, അല്ലേ? ഫ്രം ബർത്ത് ടു ഡെത്ത് വി ക്യാൻ ഗെറ്റ് ഫ്രം ദാറ്റ് ബയോഗ്രഫി, അല്ലേ? അപ്പോൾ എന്താണ്, ലൈഫ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഫാക്ച്വൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും, അല്ലാതെ ഫിക്ഷണൽ ആയിട്ട് ഇമാജിനറി ആയിട്ടുള്ള സ്റ്റോറീസ് ഒന്നും അതിൽ എഴുതി വെക്കില്ല, വളരെ ഫാക്ച്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഹിസ്റ്ററിയുമായി റിലേറ്റഡ് ആണ്. വൈ? കാരണം നമ്മുടെ റിസർച്ചേഴ്സ് ആയാലും ഹിസ്റ്റോറിയൻസ് ആയാലും എന്താണ്, ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഈ വ്യക്തിയുടെ ലൈഫിനെ പഠിച്ചാണ് എഴുതുക. ആ ഒരു വ്യക്തി ജനിച്ചത് എപ്പോഴാണ്, എങ്ങനെയാണ്, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അദ്ദേഹം വളർന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എവിഡൻസുകളിൽ നിന്നും കൂടിയാണ് എഴുതി വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയും ബയോഗ്രഫിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഓക്കെ, ദെൻ ബയോഗ്രഫിയും ഫിക്ഷനും നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബയോഗ്രഫി ഈസ് നോട്ട് എ ഫിക്ഷൻ, അല്ലെ? ഫാക്ച്വൽ ആയ ഇൻഫോർമേഷൻ ആണ് കൊടുക്കുന്നത്, കൃത്യമായ ഹിസ്റ്റോറിക്കലി ആ ഒരു സ്റ്റഡി നടത്തിയാണ് എഴുതുന്നത്. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്ഷൻ ആൻഡ് ബയോഗ്രഫി. ദെൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ആർട്ട് ഫോം, അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരാളുടെ ലൈഫ് പിക്ചർ ചെയ്ത് നമുക്ക് കാണിച്ചു തരികയാണ് ഇതിൻ്റെ ഓതേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ദെൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുക? മേ ബി ആള് കണ്ടറിഞ്ഞ് എഴുതുന്നതായിരിക്കും, അല്ലേ? ഇപ്പോൾ ഒരാളുടെ ജീവിതം എടുത്ത് ആ ആളുടെ കൂടെ സഞ്ചരിച്ച് ഇന്നാൾ ഇന്നതൊക്കെ ചെയ്തു. ഇപ്പോൾ KGF റോക്കി ബായിനെ കുറിച്ച് ന്യൂസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയാണ് ആ സ്റ്റോറിയുടെ നറേഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, കൂടെ നിന്നാണ് കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. ദ സെയിം വേ കൂടെ നിന്ന് ചിലപ്പോൾ എഴുതാം. അതല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു വ്യക്തിയുടെ കഥ എഴുതണം എന്ന് തോന്നുന്നു, ദെൻ നമ്മൾ ആ ആളെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി എഴുതുന്നു, അങ്ങനെയും എഴുതാം, അല്ലേ? സോ എങ്ങനെയാണ് ബയോഗ്രഫി തുടങ്ങിയത് എന്നതാണ് പിന്നെ പറയുന്നത്. സോ ആദ്യത്തെ ബയോഗ്രഫി വരുന്നത് ആൻഷ്യൻ സാഗാസിലും എപ്പിക്സിലും ഒക്കെ നമുക്ക് കാണാം, എലജീസിൽ കാണാം. എന്ന് വെച്ചാൽ തൻ്റെ ഡെഡ് ഫ്രണ്ടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എലജീസിൽ എങ്ങനെയാണ്, ഒരു ഫ്രണ്ട് മരിക്കുമ്പോൾ അതിനെ മോൺ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഫ്രണ്ട് എങ്ങനെ ജനിച്ചു, എങ്ങനെ വളർന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കും. എപ്പിക് എടുത്തു കഴിഞ്ഞാൽ, രാമായണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്, രാമൻ്റെ ലൈഫാണ്, കംപ്ലീറ്റ് ലൈഫാണ് കാണുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ബയോഗ്രഫീസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് 5th സെഞ്ച്വറി BC ആദ്യത്തെ ബയോഗ്രഫി എഴുതപ്പെടുന്നത്. ഗ്രീക്ക് പോയറ്റായ അയോൺ ഓഫ് ചിയോസ് ആണ് എഴുതുന്നത്. അദ്ദേഹം എഴുതുന്നത് പെരിക്കിൾസിനെയും സോഫോക്ലിസിനെയും കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് എ ഫസ്റ്റ് പേഴ്സൺ. 5th സെഞ്ച്വറി BC എഴുതുന്നത്. ഗ്രീക്ക് പോയറ്റ് ആണ് അയോൺ ഓഫ് ചിയോസ്, wrote about പെരിക്കിൾസ് ആൻഡ് സോഫോക്ലസ്. ദെൻ പിന്നീട് ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ചർച്ചിലെ ആളുകളുടെ എന്ന് വെച്ചാൽ ആ ഒരു ചർച്ച് ഫൗണ്ട് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ സെയിൻസിനെ കുറിച്ച് പറയും. എന്ന് വെച്ചാൽ അവരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ അനുസ്മരണ കൊണ്ട് എഴുതുന്ന കുറേ ബുക്കുകളുണ്ട്. അങ്ങനെയുള്ളതിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്നാണ് പറയുന്നത്. ഹാഗ്യോഗ്രഫി എന്നാണ് ഈ ഒരു കമമറേഷൻ, ദാറ്റ് മീൻസ് ഈ ഒരു സെയിൻസിൻ്റെ ജീവിതങ്ങളെ കുറിച്ചുള്ള ആ ഒരു കമമറേഷനെ പറയുന്നത് ഹാഗ്യോഗ്രഫി എന്നാണ്. ദെൻ പിന്നീട് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കാർഡിനൽ മോർട്ടൻ്റെ ലൈഫ് ഓഫ് റിച്ചാർഡ് III, അതുപോലെ കെവൻഡിഷിൻ്റെ ലൈഫ് ഓഫ് വോൾസി, ഈ 2 വർക്കുകളിലൂടെയാണ് ഇതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്നത്. എന്താണ്, കാർഡിനൽ മോർട്ടൻ്റെ ലൈഫ് ഓഫ് റിച്ചാർഡ് III, ദെൻ കെവൻഡിഷിൻ്റെ ലൈഫ് ഓഫ് വോൾസി. പിന്നീട് 17th സെഞ്ച്വറിയിൽ എത്തിയപ്പോൾ ഫ്രാൻസിസ് ബേക്കൺ ലൈഫ് ഓഫ് ഹെൻറി VIII അത് എഴുതി. അതുപോലെ വാൾട്ടൺസ്
ലീവ്സ് എന്ന് പറഞ്ഞ ബയോഗ്രഫി വന്നു. അപ്പൊ അതെന്താണ് 17th സെഞ്ച്വറിയിലെ ഇമ്പോർട്ടൻറ്റ് ബയോഗ്രഫീസ് ആണ്, അതങ്ങനെ പഠിക്കാം. ദെൻ 18th സെഞ്ച്വറിയിൽ നമ്മൾ ജോൺസന്റെ തന്നെ ലീവ്സ് ഓഫ് ദ പോയിറ്റ്സ് കാണാം. അതുപോലെ ബോസ്വെല് ജോൺസനെ കുറിച്ച് എഴുതിയ ലൈഫ് ഓഫ് ജോൺസൺ കാണാം. ഓക്കെ, ആ സമയത്ത് വന്ന ഇമ്പോർട്ടൻറ്റ് ബയോഗ്രഫീസ് അതാണ്. ദെൻ 19th സെഞ്ച്വറിയിൽ നമ്മൾ കാണുന്നത് ലോക്ക് ഹാർട്സിൻ്റെ ലൈഫ് ഓഫ് സ്കോട്ടും അതുപോലെ തന്നെ എന്താണ് ഗിൽക്രിസ്റ്റിൻ്റെ ലൈഫ് ഓഫ് ബ്ലേക്കും. അങ്ങനെ രണ്ടെണ്ണം 19th സെഞ്ച്വറിയിലും വളരെ ഫേമസ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ബയോഗ്രഫിയെ ഒന്നും കൂടി ഫേമസ് ആക്കി മാറ്റിയത് ലിറ്റൻ സ്ട്രാച്ചിയുടെ എമിനൻറ്റ് വിക്ടോറിയൻസ് എന്ന് പറഞ്ഞ വിക്ടോറിയൻ കാലഘട്ടം ക്യൂൻ വിക്ടോറിയയെ കുറിച്ചൊക്കെ എഴുതിയൊരു വർക്കാണ്. ഇതിൻ്റെ ഒരു പാർട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഡോണ്ട് വെറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇത്ര ഫെയിം ആവാനുള്ള കാരണം. ബിക്കോസ് ഓഫ് ദ നെറേഷൻ. ഡെഫിനറ്റ്ലി ആ ഒരു വർക്കിൻ്റെ നെറേഷനാണ് അതിനെ ഫേമസ് ആക്കിയത്. നിങ്ങൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു ചെറിയ പാർട്ട് വായിച്ചാൽ തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം നെറേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദാറ്റ് ഈസ് ലിറ്റൻ സ്ട്രാച്ചീസ് എമിനൻറ്റ് വിക്ടോറിയൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഗ്രോത്ത് എന്ന് മനസ്സിലാക്കുക. ഇത്രയും വർക്കുകളാണ് വന്നിട്ടുള്ളത്. ദെൻ എമിനൻറ്റ് വിക്ടോറിയൻസ് എന്ന് പറയുന്നത് 20th സെഞ്ച്വറിയിൽ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ട് എഴുതിയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ദർ ആർ 3 types ഓഫ് ബയോഗ്രഫി. ഒന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഒന്ന് ഫസ്റ്റ് ഹാൻഡ് നോളജ് കൊണ്ട് എഴുതുന്നത്, മറ്റൊന്ന് റിസർച്ച് ചെയ്ത് എഴുതുന്നത്. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ആളുടെ കൂടെ നടന്നിട്ട് ആളെക്കുറിച്ച് പഠിച്ചെഴുതുന്ന ആൾക്കാരുണ്ടാവാം. അതല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ റിസർച്ച് നടത്തി എഴുതുന്നതുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഹാൻഡ് നോളജിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോസ്വെല്ലിൻ്റെ ലൈഫ് ഓഫ് ജോൺസൺ, ഇറ്റ്സ് എൻ എക്സാമ്പിൾ. ദെൻ സെക്കൻഡ് വൺ റിസർച്ച്. ആ ഒരു റിസർച്ച് ബേസിൽ പറയുകയാണെങ്കിൽ ലിറ്റൻ്റെ ക്യൂൻ വിക്ടോറിയനെ കുറിച്ചിട്ടുള്ള ആ ഒരു എമിനൻറ്റ് വിക്ടോറിയൻസ് എന്ന് പറഞ്ഞ ബയോഗ്രഫി അതിൻ്റെ എക്സാമ്പിളാണ്. ഇനി തേർഡ് വൺ ഈസ് ഫിക്ഷണലൈസ്ഡ് ബയോഗ്രഫി. ഓക്കെ, ഫിക്ഷണലൈസ്ഡ് ബയോഗ്രഫി എന്ന് പറയുന്നത് കോൺവെർസേഷൻസ് എല്ലാം ഇമാജിനേഷനിലൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് എഴുതുന്ന ഒന്ന്. ദാറ്റ് ഈസ് ഐവിൻ സ്റ്റോണിൻ്റെ ലസ്റ്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ വർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 3 type ഓഫ് ബയോഗ്രഫി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് ഹാൻഡ് നോളജ് ആണ്. സെക്കൻഡ് വൺ ഈസ് സെക്കൻഡ് ഹാൻഡ് നോളജ് ആണ്. എന്ന് വെച്ചാൽ റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് കിട്ടുന്നത്. തേർഡ് വൺ നമുക്കറിയാത്ത കാര്യം നമ്മൾ തന്നെ കുറച്ചങ്ങ് എഴുതി ചേർക്കും. ദാറ്റ് ഈസ് ഫിക്ഷണലൈസ്ഡ് ബയോഗ്രഫി. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇതാണ് ബയോഗ്രഫിയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഓട്ടോബയോഗ്രഫി. സബ്ജക്റ്റീവ് പ്രോസ് ആണ്. ബിക്കോസ് ഇത് എഴുതുന്നത് നമ്മൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മളുടെ ലൈഫിനെ കുറിച്ച് എഴുതുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അതിലൊരു ബർത്ത് തൊട്ട് ഡെത്ത് വരെ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ തന്നെ എഴുതുകയാണല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കുറിച്ച് എഴുതാൻ പറ്റില്ലല്ലോ. സോ ഓഫ് കോഴ്സ് ഡെത്ത് വരെ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 20 വയസ്സിലോ 22 വയസ്സിലോ ഒക്കെ എഴുതാൻ തോന്നിയാൽ നമ്മൾ നമ്മുടെ ലൈഫിലെ നല്ല നല്ല മൊമെൻറ്റ്സ് എടുത്ത് എഴുതി വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ അതിന് കൃത്യമായൊരു ടൈം പീരീഡ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ ബർത്ത് ടു ഡെത്ത് വരെ എഴുതണമെന്നൊന്നുമില്ല. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവർ പറയുന്നുണ്ട്. ഡോം മൊറേസ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുന്നത് 22ാമത്തെ വയസ്സിലാണ്. തൻ്റെ ലൈഫിൽ ഓൾഡ് ഏജ് പോലും എത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ യൂത്തായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കായ മൈ സൺസ് ഫാദർ എന്ന് പറഞ്ഞ ഓട്ടോബയോഗ്രഫി. അപ്പോൾ എന്താണ്, നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ എഴുതുന്ന ഒന്നാണ് ഓട്ടോബയോഗ്രഫി. ദെൻ ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇൻഫോർമൽ ഓട്ടോബയോഗ്രഫി ആൻഡ് ഫോർമൽ ഓട്ടോബയോഗ്രഫി. ഇൻഫോർമൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക്കേഷൻ പർപ്പസിന് വേണ്ടി എഴുതിയതൊന്നും ആവില്ല. ഇപ്പം ഡയറി, ലെറ്റർ, ജേർണൽസ്. ഇപ്പം നമുക്കറിയാം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി, അതെന്താണ്, അവരുടെ ഒരു പേഴ്സണൽ വണ്ണായിരുന്നു. അവരതിൽ എഴുതി പിന്നീട് ആളുകൾ എടുത്ത് പബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. അതുപോലെ ഡൊറോത്തിയുടെ ജേർണൽസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഫോർമൽ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ എവിഡൻസ് ഒക്കെ നോക്കി എഴുതുന്നത്. ഇപ്പോൾ നമ്മൾ റിലീജിയസ് ഓട്ടോബയോഗ്രഫീസായ സെൻറ്റ് അഗസ്റ്റിൻസ് കൺഫെഷൻസ്, അതുപോലെ ഇൻ്റലക്ച്വൽ ഓട്ടോബയോഗ്രഫീസായ JS മിൽസ് ഓട്ടോബയോഗ്രഫി. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾ ആണ്. ദെൻ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എന്താ, ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയുടെയും വ്യത്യാസം എന്താ? ജസ്റ്റ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ബയോഗ്രഫി എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി
ഒരാളെ കുറിച്ച് എഴുതുന്നതാണ്. അല്ലാതെ ആ പേഴ്സൺ അല്ല എഴുതുന്നത്, മറ്റൊരു വ്യക്തി ഒരാളെ കുറിച്ച് എഴുതുന്നു. അതും ചിലപ്പോൾ റിസർച്ച് നടത്തിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് എന്ന് വെച്ചാൽ നേരിട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസോട് കൂടി ആ ഒരു നോളജിലായിരിക്കും എഴുതുന്നുണ്ടാവുക. ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സ്വയം എഴുതുന്നത്. ഇവിടെ മറ്റൊരാളൊന്നുമില്ല, നമ്മൾ സ്വയം എഴുതുന്നു. അത് ബർത്ത് ടു ഡെത്ത് ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ലൈഫിൻ്റെ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോബയോഗ്രഫി ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഓട്ടോബയോഗ്രഫിയും മെമ്മോയറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒന്നാണ് മെമ്മോയർ. കാരണം എന്താ വെച്ചാൽ ഓട്ടോബയോഗ്രഫി നമ്മുടെ സെൽഫിനെ ഫോക്കസ് ചെയ്യുമ്പോൾ മെമ്മോയർ അതേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, മേ ബി ഒരു ബുക്കിൽ ഒരു പേജിൽ തന്നെ ഇത് ഉണ്ടാവാം, പക്ഷേ രണ്ടും വ്യത്യസ്തമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ഗോട്ട് ഇറ്റ്? അപ്പം ഇത്രയേ ഉള്ളൂ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും. അതങ്ങനെ പഠിച്ചു വയ്ക്കാം. ഒരു എക്സാമിന് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കുക. മേ ബി നിങ്ങൾക്ക് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഐ മീൻ ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ ഇതിനൊരു എക്സാമ്പിൾസ് പറയാനൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതങ്ങനെ നോക്കി എഴുതാം. ഗോട്ട് ഇറ്റ്? നൗ ഇനി നമുക്ക് MK ഗാന്ധീസ് ഓട്ടോബയോഗ്രഫി, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ, 1993 പബ്ലിഷ് ചെയ്ത ഓട്ടോബയോഗ്രഫിയാണ്. ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് നമുക്ക് അറിയാം. നമുക്കതിനെ കൂടുതലായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് മച്ച് ഓഫ് ഗ്രേറ്റ്നെസ് ആ ഒരു ബുക്കിനുമുണ്ട്, ആ വ്യക്തിക്കുമുണ്ട്. ബിക്കോസ് ഫാദർ ഓഫ് നേഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ തന്ന് ബോറാക്കേണ്ട ആവശ്യവുമില്ല. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഒരു എന്താണ്, ഇതിനൊരു വാല്യൂ വേണമെന്ന് പറഞ്ഞ പോലെ ദാറ്റ് മച്ച് ഓഫ് ഗ്രേറ്റ്നെസ് അല്ലേ. അപ്പോൾ എന്താണ്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ദ ഫസ്റ്റ് ഈസ്, എപ്പോഴാണ് ഗാന്ധി ജനിച്ചത്? യു ഓൾ നോ ദാറ്റ്. നമ്മൾ എന്താണ്, ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നതാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നതാണ്. ഒക്ടോബർ 1869 പോർബന്ദർ ഗുജറാത്തിലാണ് ജനിക്കുന്നതെന്ന് നമുക്കറിയാം. ദെൻ അദ്ദേഹം എന്തായിരുന്നു? ആദ്യം എന്തായിരുന്നു? ലോയർ ആയിരുന്നു. പിന്നീടാണ് പൊളിറ്റീഷ്യനും സോഷ്യൽ റിഫോമറും റൈറ്ററും ഒക്കെയായി മാറുന്നത്. ദെൻ ഓഫ് കോഴ്സ് ബ്രിട്ടീഷ് റൂളിനെതിരെ നമുക്കൊപ്പം നിന്ന് പോരാടിയ വ്യക്തിയാണ്. ദെൻ എന്താണ്, നോൺ വയലൻസ്, അദ്ദേഹത്തിന് നോൺ വയലൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഐഡിയോളജിയാണ് അത്രയും ഫേമസ് ആയതും. ദെൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകം മൊത്തം ആരാധിച്ചിരുന്നൊരു വ്യക്തി, മരണപ്പെട്ടപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. 13th ജനുവരി 1948 അദ്ദേഹം മരണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ നോ നീഡ് ടു എക്സ്പ്ലെയിൻ മോർ. About this book, The Story of My Experiments with the Truth, is book written by Mohandas Karamchand Gandhi, who is also known as Mahatma Gandhi. We all know that. His autobiography of this is an autobiography of Mahatma Gandhi. But ഇതെന്താണ്, ഇത് എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വാമി ആനന്ദ് എന്ന് പറഞ്ഞ തൻ്റെ ഫ്രണ്ട് അദ്ദേഹത്തിന് വളരെയധികം പ്രഷർ കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് എഴുതുന്നത്. യു ഷുഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, കുറച്ചധികം പ്രഷർ കൊടുത്തപ്പോഴാണ് ഗാന്ധിജി ഇത് എഴുതുന്നത്. ദെൻ പിന്നീട് ഈ ഒരു സ്വാമി ആനന്ദ് എന്ന് പറഞ്ഞ വ്യക്തി ഗാന്ധിജിയുടെ ലിറ്റററി മാനേജറായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതുന്നത് സത്യസോധനി എന്ന് പറഞ്ഞ ഒറിജിനൽ നെയിമിലാണ്. പിന്നീടാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതൊക്കെ. ദെൻ ഇത് ജേർണലിലെ ഒരു ജേർണലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 1925 തൊട്ട് 1929 വരെ. ആ വീക്ക്ലി റിപ്പോർട്ടിൻ്റെ നെയിം എന്ന് പറയുന്നത് നവജീവൻ എന്നാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ ബേസിക് ഐഡിയാസ് ഓഫ് ദിസ് ബുക്ക്. 1993 അത് ശരിക്കും പബ്ലിഷ്ഡ് ആവുന്നത് എന്ന് ഓർത്ത് വയ്ക്കാം. ഗോട്ട് ഇറ്റ്? ഇനി ഇതിൽ നമ്മൾ ഈ ഒരു ബുക്ക് എന്താണ്, it's about, he describes the story of his childhood and onwards, how he gets the principles of his life, practices of non-violence and resisting the rule of the British in India. Okay, so that's the book. അതിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ്, അതിനുശേഷം ഉണ്ടായിരുന്ന വർക്ക്, ദെൻ ലൈഫിൽ അദ്ദേഹം കയ്യിൽ മുറുകെ പിടിച്ച കുറച്ച് പോളിസീസ് ഉണ്ട് അല്ലേ,
ഒരുപാട് ഐഡിയോളജീസ് ഉണ്ട്, അത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നോൺ വയലൻസ് എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ആ ഒരു ഐഡിയോളജിയിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് എത്തി, ദെൻ അദ്ദേഹം എങ്ങനെയാണ് ബ്രിട്ടീഷിനെ എഗെയിൻസ്റ്റ് ഇന്ത്യയിൽ പോരാടിയത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ബുക്കിൽ നിന്ന് കിട്ടും. സോ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ്, ബിക്കോസ് വി നീഡ് ടു റീഡ് ഇറ്റ് ആൻഡ് ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് വേണ്ടിയുള്ളതാണ്. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് തന്ന ഈ ഒരു പോർഷൻ എ മന്ത് വിത്ത് ഗോഖലെ എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ, ഈ ഒരു ബുക്കിൻ്റെ ആ ഒരു പോർഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ചാപ്റ്റർ 17, 18, 19 ജസ്റ്റ് ഈ ഒരു പാർട്ട് കണ്ടാൽ തന്നെ, എന്ന് വെച്ചാൽ ആ ഒരു ഭാഗം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ വളർച്ച, ആ വ്യക്തി എന്തിലൂടെയൊക്കെ പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനറ്റ്ലി അത് നിങ്ങളെ എൻലൈറ്റ് ചെയ്യും. അല്ലാതെ ദാറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ദിസ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഇഫ് പോസിബിൾ റീഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ടെക്സ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ എ മന്ത് വിത്ത് ഗോഖലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂ ഈസ് ഗോഖലെ? ഓഫ് കോഴ്സ് എവരി വൺ നോസ് ദാറ്റ്, ഐ നോ ദാറ്റ്. അപ്പോൾ എന്താണ്, ഹൂ ഇസ് ദാറ്റ്? ഗോപാലകൃഷ്ണ ഗോഖലെ. പൊളിറ്റിക്കൽ മെൻറ്റർ ആയിരുന്നു ഗാന്ധിയുടെ എന്നാണ് പറയുന്നത്. ഗാന്ധിജിയുടെ തന്നെ പൊളിറ്റിക്കൽ മെൻറ്റർ ആയിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച കുറച്ച് കാലഘട്ടമാണ് ഈ ഒരു 17, 18, 19 ഈ 3 ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അറ്റ് ഫസ്റ്റ് ഗോഖലെയുടെ ആ ഒരു ചാപ്റ്റർ 17 ഫസ്റ്റ് ഗോഖലെയുടെ റൂമിൽ എങ്ങനെ എന്ന് വെച്ചാൽ ആ ഒരു വീട്ടിൽ എങ്ങനെ താമസിച്ചു എന്നതിനെ കുറിച്ചാണ് ഗാന്ധി പറയുന്നത്. അപ്പോൾ ആ ഒരു വീട്ടിൽ വന്നതും ഹൗ ഗോഖലെ ട്രീറ്റഡ് ഹിം, ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഫസ്റ്റ് ആ ഒരു ഭാഗത്ത് കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്നുണ്ട്, ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ ഓഫ് മൈ സ്റ്റേ വിത്ത് ഗോഖലെ മെയ്ഡ് മീ ഫീൽ കംപ്ലീറ്റ്ലി അറ്റ് ഹോം. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നി, അല്ലേ? ഗോഖലെയുടെ വീട്ടിൽ നിന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആ ഒരു ഫീലായിരുന്നു. എന്താണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ യങ്ങർ ബ്രദർ ആയിട്ടാണ്, എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ യങ്ങർ ബ്രദർ ആണെന്ന പോലെയാണ് അദ്ദേഹം എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ എൻ്റെ ഹാബിറ്റ്സ് വാട്ട് എവർ ഐ ഹാവ്, അതെല്ലാം ഗോഖലെയ്ക്കും ഇഷ്ടമായിരുന്നു. ഇതൊക്കെ ഗാന്ധി പറയുന്നതാണ് ആ ഒരു ഭാഗത്ത്. ദെൻ ആ ഒരു സമയത്ത് വരുന്ന അവിടുത്തെ ഫേമസ് ആയ ആളുകളെയെല്ലാം ഗോഖലെ ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമായിരുന്നു? ഗാന്ധിക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ചാപ്റ്റർ 17 പറയുന്ന അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഡോക്ടർ PC റോയ്. PC റോയ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്? ഗാന്ധിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. I will read that. This is how he introduced Dr. Roy. This is Professor Roy, who having a monthly salary of rupees 800 keeps just rupees 40 for himself and devotes the balance to public purpose. He is not and does not want to get married. So ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗോഖലെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ്, ഇതാണ് ഡോക്ടർ റോയ്, ഈസ് എ പ്രൊഫസർ. ദെൻ എന്താണ്, മന്ത്ലി സാലറി 800 ഉണ്ട്, അതിൽ 40 രൂപ മാത്രമേ കൈ വെക്കൂ, ബാക്കി മൊത്തം എന്തിനുള്ളതാണ്? പബ്ലിക് പർപ്പസിന് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ അദ്ദേഹത്തിന് എന്താണ്, വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. സോ അങ്ങനെയായിരുന്നു ഡോക്ടർ റോയിനെ ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്? ഗാന്ധിക്ക് ഗോഖലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗാന്ധി പറയുന്നത്, ഐ ഫൗണ്ട് ദ ഡിഫറൻസ്, ആ ഒരു വ്യക്തിയിൽ വലിയൊരു വ്യത്യസ്തമായൊരു ജീവിതം ഞാൻ കണ്ടു. അതായിരുന്നു ഗാന്ധിക്ക് കിട്ടിയ ആ ഒരു എന്താ പറയുക, എഡ്യൂക്കേഷൻ. ആ ഒരു കണ്ടുമുട്ടലിൽ നിന്ന് കിട്ടിയ എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വളരെ നീറ്റായിരുന്നു, സിമ്പിളായിരുന്നു, ഓഫ് കോഴ്സ് ഡിഫറെൻ്റ് ആയിരുന്നു. ദെൻ എന്താണ്, വേറാസ് ഇറ്റ് ഈസ് ഗാദി നൗ, അതെന്താണ്, ഗാദിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദെൻ ഇവരുടെ ഇടയിലുള്ളൊരു ടോക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ആർക്ക് കൊടുത്തു? ഗാന്ധിക്ക് കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അടുത്തത് ഗോഖലെയുടെ ഒരു വർക്കിംഗ്. ഗോഖലെ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഗാന്ധിജി ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ടു സീ ഗോഖലെ അറ്റ് വർക്ക് വാസ് എ മച്ച് ജോയ് ആസ് എൻ എഡ്യൂക്കേഷൻ. ഹി നെവർ വേസ്റ്റഡ് എ മിനിറ്റ്. ഗോഖലെ ഒരു മിനിറ്റ് പോലും കളയാറില്ല. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റിലേഷൻഷിപ്പും അതുപോലെ ഫ്രണ്ട്ഷിപ്പും എല്ലാം എന്തിനുള്ളതായിരുന്നു? പബ്ലിക് ഗുഡിനുള്ളതായിരുന്നു. ദാറ്റ് മീൻസ് ഈ നെവർ വാണ്ട് ടു യൂസ് ഹിസ് ടൈം ഫോർ എനി അതർ മാറ്റേഴ്സ്. ഓൺലി എങ്ങനെ ഈ സമൂഹത്തെ മാറ്റാം, എങ്ങനെ ഈ സമൂഹത്തെ നന്നാക്കാം, എങ്ങനെ ഈ സമൂഹത്തിനെ ഹെൽപ്പ് ചെയ്യാം എന്ന് മാത്രമാണ് ഗോഖലെ ചിന്തിച്ചിട്ടുള്ളത്. Then India's poverty and subjection were matters of the constant and intense concern to him. എന്താണ്, ഇന്ത്യയിലുള്ള ആ ഒരു പോവർട്ടി അതുപോലെ അങ്ങനെയുള്ള മാറ്റേഴ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ അടിമത്തം, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്നാണ് അദ്ദേഹം പറയുന്നത്.
ദെൻ വേരിയസ് പീപ്പിൾ അദ്ദേഹത്തിനോട് പല ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് റിപ്ലൈ തരാറെന്ന് വെച്ചാൽ, യു ഡു ദ തിങ് യുവർ സെൽഫ്, ലെറ്റ് മീ ഡു മൈ ഓൺ വർക്ക്, വാട്ട് ഐ വാണ്ട് ഈസ് ഫ്രീഡം ഫോർ മൈ കൺട്രി. സോ ദാറ്റ്സ് എ തിങ്. എന്താണ്, നീ നിന്റെ ജോലി ചെയ്യൂ, ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ, കാരണം എനിക്കാകെ കൂടി ഒന്നേ വേണ്ടൂ, എന്താണ്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. സോ ദാറ്റ് വാസ് ഹിസ് റിപ്ലൈ ടു എവരി വൺ. അപ്പോൾ അത്രയ്ക്ക് ആ ഒരു ഗോഖലെയോടുള്ള ആ ഒരു അഡ്മിറേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ദെൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എന്ന് വെച്ചാൽ ഗോഖലെ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ആഫ്റ്റർ ദാറ്റ് ഈസ് വൺ വി ക്യാൻ തിങ്ക് ഓഫ് അതർ തിങ്സ്. ഇന്ത്യ ജയിക്കട്ടെ, അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. ടുഡേ ദാറ്റ് വൺ തിങ് ഈസ് ഇനഫ് ടു എൻഗേജ് ഓൾ മൈ ടൈം ആൻഡ് എനർജി. എനിക്ക് ഇന്ന് ആ ഒരു ഒറ്റ കാര്യം വേണ്ടോ, അതിന് വേണ്ടിയിട്ട് വേണം എനിക്ക് എൻ്റെ സമയവും എനർജിയും ഒക്കെ ചിലവാക്കാൻ, അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പിന്നീട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഗാന്ധി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ് ഇവിടെ കാണിക്കുന്നത്, ഗോഖലെയുടെ റെവറൻസ്, ദാറ്റ് മീൻസ് റെസ്പെക്ട് ഫോർ റനാഡെ. റനാഡെ ആരാന്ന് വെച്ചാൽ ന്യായമൂർത്തി റനാഡെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫൗട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ആൻഡ് അതുപോലെ വിഡോ മാരേജിന് വേണ്ടി പോരാടി, എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ വേണം, അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ്. ഹി വാസ് എൻ ഇന്ത്യൻ ജസ്റ്റിസ്, ഐ തിങ്ക് മഹാദേവ് ഗോവിന്ദ് റാനഡെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഗോഖലെക്ക് ഇദ്ദേഹത്തിനോടുണ്ടായിരുന്ന റെസ്പെക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ റാനഡയുടെ ഡെത്തിൻ്റെ ആനിവേഴ്സറിയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഗോഖലെയുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എ സെലിബ്രേഷൻ, ഡെഫിനറ്റ്ലി കമമറേഷൻ ആണ്. അപ്പോൾ ആ ഒരു പരിപാടി, ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് പ്രൊഫസർ കഥാവറ്റ്, ഒരു സബ് ജഡ്ജ്, അങ്ങനെ കുറേ പേര് അവിടെ ഉണ്ട്. ദെൻ നമ്മുടെ ഗോഖലെ ഒരു സ്പീച്ച് പറഞ്ഞതിന്, എന്ന് വെച്ചാൽ റാനഡേനെ കുറിച്ച് ഓർത്തിട്ട് ഒരു സ്പീച്ച് പറയുന്നതാണ് പിന്നെ അതിൽ പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഇദ്ദേഹം റാനഡേനെ തെലങ്ക്, മാൻഡലിക് ഇങ്ങനെയുള്ള, എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇതിൻ്റെ, എന്ന് വെച്ചാൽ മാൻഡലിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, വിശ്വനാഥ് നാരായൺ മാൻഡലിക്. അതുപോലെ തന്നെ തെലങ്ക് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ജസ്റ്റിസ് ഒക്കെ ആയിരുന്നു, ഇന്ത്യൻ ജഡ്ജൊക്കെ ആയിരുന്നു, നോട്ട് ജസ്റ്റിസ്, ഓക്കെ. അപ്പോൾ ഇന്ത്യൻ ജഡ്ജൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവരെ വെച്ച് കമ്പയർ ചെയ്ത് പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ഗോഖലെ പറയുന്നത്, ഓഫ് കോഴ്സ് ബാക്കി രണ്ട് പേരും നല്ല കഴിവുള്ളവർ തന്നെയാണ്, പക്ഷെ റാനഡെ ഈസ് ദ ബെസ്റ്റ്, റാനഡെ വാസ് ദ ബെസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും പേരുടെ മുകളിൽ നിൽക്കുന്ന ആ ഒരു വെർസാറ്റൈൽ ജീനിയസ് എന്ന് പറയുന്നത് റാനഡെ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഒരു ഗ്രേറ്റ് ജഡ്ജ് മാത്രമായിരുന്നില്ല, ഒപ്പം ഒരു ഗ്രേറ്റ് ഹിസ്റ്റോറിയൻ, ഒരു ഗ്രേറ്റ് എക്കണോമിക്സ്റ്റ്, അതുപോലെ തന്നെ ഒരു ഗ്രേറ്റ് റിഫോമർ ആയിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ റാനഡേനെ കുറിച്ച് പറയുമ്പോഴുള്ള ഗോഖലെയുടെ ആ ഒരു ഹാപ്പിനെസ് ആണ് ഇവിടെ ആര് ഷെയർ ചെയ്തത്, നമ്മുടെ ഗാന്ധി ഷെയർ ചെയ്തത്. അറ്റ് ദ സെയിം ടൈം ഗാന്ധി അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് പാർട്ട് ഈസ് വെരി ബ്യൂട്ടിഫുൾ വൺ. എന്ന് വെച്ചാൽ ഗോഖലെ ഹോഴ്സ് കാരേജ് ആണ് യൂസ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ എങ്കടി യാത്ര പോകുമ്പോഴും ഗോഖലെ ഹോഴ്സ് കാരേജ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഗാന്ധിജി ഒരു ചോദ്യം ചോദിച്ചു, കാൻഡ് യു മേക്ക് യൂസ് ഓഫ് ട്രാം കാർ ഇൻ ഗോയിങ് അബൌട്ട് ഫ്രം പ്ലേസ് ടു പ്ലേസ്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ട്രാം കാർ യൂസ് ചെയ്ത് കൂടാ എന്ന് ചോദിച്ചു. ഈസ് ഇറ്റ് ഡെറഗേറ്ററി ടു എ ലീഡേഴ്സ് ഡിഗ്നിറ്റി എന്ന് ഗാന്ധിജി ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തന്ന ആ ഒരു റിപ്ലൈ ആണ് ഇവിടെ പറയുന്നത്. സോ യു ഓൾസോ ഹാവ് ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് മീ. എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്, അപ്പം നിനക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഐ ഡു നോട്ട് യൂസ് മൈ കൗൺസിൽ അലവൻസസ് ഫോർ മൈ ഓൺ പേഴ്സണൽ comforts. I envy your liberty to go about in tram cars, but I am sorry I cannot do likewise. When you are the victim of as wide publicity as I am, it will be difficult, if not possible, for you to go about in a tram car. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്, നിനക്കും എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലേ, ഈ ഒരു കൗൺസിൽ അലവൻസ് ഒന്നും ഞാൻ എൻ്റെ പേഴ്സണൽ സന്തോഷങ്ങൾക്കായിട്ട്, പേഴ്സണൽ കംഫേർട്സിനായിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ഈ ഒരു ലിബേർട്ടി ഉണ്ട്, ഇതൊക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു ലിബേർട്ടി ഉള്ളതിൽ ഞാൻ അസൂയപ്പെടുന്നു. നിനക്ക് ഈ ഒരു പബ്ലിക്കിൻ്റെ ലീഡർ ആകുമ്പോഴുള്ള ചുമതലകൾ നിനക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഒരു ട്രാം കാറിൽ പോവാൻ സാധിക്കില്ല എന്ന് പറയാണ്. ദെൻ അതുപോലെ ഇദ്ദേഹം അഗെയിൻ ഗാന്ധിജി ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ്, ബട്ട്
You do not even go out for walks, said I. Is it surprising that you should be always ailing? Should public work leave no time for physical exercise? എന്ന് വെച്ചാൽ ഗാന്ധി ഈസ് ഓൾവേസ് ഫോൺ വിത്ത് ഫിസിക്കൽ എക്സസൈസ്. എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ എക്സസൈസ് മനുഷ്യന് അത്യാവശ്യമാണെന്ന് ബിലീവ് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഗാന്ധി. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയാണ്, നിങ്ങളൊരു ഒന്ന് നടക്കാൻ പോലും പോകുന്നില്ല, അപ്പോൾ ഇത്രയും ബിസി ടൈമിൽ നടക്കാൻ പോലും സമയമില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം റിപ്ലൈ കൊടുക്കുന്നത്, വെൻ ഡു യു എവർ ഫൈൻഡ് മീ ഫ്രീ ടു ഗോ ഔട്ട് ഫോർ എ വർക്ക്? നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഞാനൊന്ന് പുറത്ത് പോകാനുള്ള അത്രയും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നീ എന്നെ കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോൺവെർസേഷൻസ് ഇവരുടെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇദ്ദേഹം ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പറയുന്നത്, എന്ന് വെച്ചാൽ നമ്മുടെ ഗാന്ധി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഐ ബിലീവ്ഡ് ദെൻ ആൻഡ് ഐ ബിലീവ് ഈവൻ നൗ ദാറ്റ് നോ മാറ്റർ വാട്ട് എമൗണ്ട് ഓഫ് വർക്ക് വൺ ഹാസ്, വൺ ഷുഡ് ഓൾവേസ് ഫൈൻഡ് സം ടൈം ഫോർ എക്സസൈസ്. എത്ര വർക്ക് ഉണ്ടായിക്കോട്ടെ അതിലൊരു കാര്യമല്ല, എന്താണ്, എങ്ങനെയായാലും എക്സസൈസിനുള്ള സമയം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു വ്യക്തി മീൽസിന് പോകുക എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന പോലെ ഇതിനും ഒരു സമയം കണ്ടുപിടിക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ എന്നുള്ളൊരു ഒപ്പീനിയനും കൂടി വെച്ചിട്ടാണ് ആ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ വി ഫിനിഷ്ഡ് ചാപ്റ്റർ 17. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ചാപ്റ്റർ 18. ഇവിടെ ഈ ഒരു ചാപ്റ്റർ 18 എന്താ പറയുന്നത് വെച്ചാൽ, ആ ഒരു സമയത്ത് നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കൺവേർട്ട് ആയൊരു വ്യക്തിയാണ് KC ബാനർജി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും KC ബാനർജി, കോൺഗ്രസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് KC ബാനർജി. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോകണമെന്ന് ആരോട് പറയാണ്? ഗോഖലെയോട് പറയാണ്. ബിക്കോസ് ഇദ്ദേഹത്തിനുള്ളിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വൈ എവരി വൺ കൺവേർട്ടിങ്, എന്തിനാണ് എല്ലാവരും കൺവേർട്ടഡ് ആവുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഗോഖലെയോട് അത് പറയുന്നുണ്ട്. അപ്പോൾ ഗോഖലെ പറയുന്നുണ്ട്, ഹീസ് എ ഗ്രേറ്റ് മാൻ, ഓക്കെ, ഐ ആം അഗ്രീയിങ് ദാറ്റ്, പക്ഷേ അങ്ങനെ പോയിട്ട് വലിയ ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിനക്ക് പോകണം എന്നാണെങ്കിൽ ഓക്കെ, നീ പോയിട്ട് വരൂ എന്ന് ഗോഖലെ പറയുന്നുണ്ട്. ദെൻ അങ്ങനെ നമ്മുടെ ഗാന്ധി ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് കാണുന്നു. ദെൻ അവിടെ പോയി കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ, അവിടെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഡെത്ത് ബെഡിലാണ്, അത്രയും അസുഖം ബാധിച്ച് കിടക്കുവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം വളരെ സിമ്പിളാണ്, ഹൗസ് വാസ് വെരി സിമ്പിൾ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ എൻ്റെ പരിപാടിക്ക് ഇദ്ദേഹം വരുമ്പോഴും എന്താണ്, നല്ല അടിപൊളി കോട്ടും ട്രൗസേഴ്സും ഒക്കെ ഇട്ടിട്ടാണ് വരിക. പക്ഷേ ഇവിടെ അദ്ദേഹത്തിനെ ഒരു ബംഗാളി ധോത്തിയും ഷർട്ടും മാത്രം ഇട്ടിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സിംപ്ലിസിറ്റി ഗാന്ധിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ദെൻ അവിടെ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കൺവേർട്ട് ആയതെന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ചോദ്യം എന്ന് വെച്ചാൽ തിരിച്ചൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്, ഡു യു ബിലീവ് ഇൻ ഡോക്ടറേറ്റ് ഓഫ് ഒറിജിനൽ സിൻ? നീ ഒറിജിനൽ സിൻ എന്ന് വെച്ചാൽ യഥാർത്ഥമായ പാപത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, ഐ ഡു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ഇദ്ദേഹം പറയാണ്, വെൽ ദെൻ ഹിന്ദുയിസം ഓഫേഴ്സ് നോ ആബ്സൊല്യൂഷൻ ദർ ഫ്രം ക്രിസ്ത്യാനിറ്റി ഡസ്. ഹിന്ദുയിസം പാപത്തിൽ നിന്ന് മോചനം നൽകാൻ ഒരു ഇതും പറഞ്ഞിട്ടില്ല. പാപത്തിന് ശമ്പളം മരണമാണെന്നാണ് ഹിന്ദുയിസം പറയുന്നത്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ ബൈബിൾ പറയുന്നുണ്ട്, ജീസസിൻ്റെ മുമ്പിൽ സറണ്ടർ ആയാൽ മതി, റിപ്പൻറ്റ് ചെയ്താൽ മതി എന്ന് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗാന്ധിജി ആ ഒരു ഉത്തരം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അദ്ദേഹം ഭക്തിമാർഗ എന്ന് വെച്ചാൽ പാത്ത് ഓഫ് ഡിവോഷൻ, ഭഗവത്ഗീതയിലുള്ള അതിനെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് ആ ഒരു ഇൻ്റർവ്യൂ വിട്ട് തിരിച്ചു പോരുകയാണ് നമ്മുടെ ഗാന്ധി ചെയ്യുന്നത്. നെക്സ്റ്റ് അദ്ദേഹം ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നടന്നുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം എല്ലാവരെയും കാണാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റിസ് മിറ്റർ, അതുപോലെ സർ ഗുരുദാസ് ബാനർജി എന്ന് വെച്ചാൽ ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള വർക്കിനെ ഇവരുടെയൊക്കെ ഹെൽപ്പ് ആർക്ക് വേണം? ഗാന്ധിക്ക് വേണം. അപ്പോൾ ഇവരേനെയൊക്കെ ഇദ്ദേഹം കാണുന്നുണ്ട്. അതുപോലെ രാജാ സർ പ്യാരി മോഹൻ മുഖർജി, അവരേനെയൊക്കെ കാണുന്നുണ്ട്. ദെൻ ഇവിടെ പോയപ്പോൾ നമ്മൾ KC ബാനർജീനെ കാണാൻ പോയപ്പോൾ ഗാന്ധിജി അവിടെ നിന്നൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടാണ് വരുന്നത്, ഇവിടെയുള്ളൊരു കാളി ടെമ്പിളിനെ കുറിച്ച്. അപ്പോൾ ഇദ്ദേഹം ആഗ്രഹിക്കുകയാണ് ഈ ഒരു കാളി ടെമ്പിൾ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ദെൻ ഒരു ദിവസം
ദിവസം ജസ്റ്റിസ് സ്മിത്തറിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് നേരെ ഇദ്ദേഹം എങ്ങോട്ടാണ്, ഈ കാളി ടെമ്പിളിലേക്ക് പോകുന്നു. ദെൻ അവിടെ പോയപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോവുകയാണ്. അവിടെ പോയപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ ആടിനെ അറക്കുക എന്ന് കേട്ടിട്ടില്ലേ, ദൈവത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ചടങ്ങാണ് നടത്തുന്നത്. അപ്പം ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഗാന്ധിയുടെ വ്യൂ ആണ് നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ടാസ്ക് കണ്ടു നിൽക്കാൻ പോലും ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ എത്ര വലിയ ദൈവത്തിനാണെങ്കിൽ പോലും ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത്രയും നോളജും ഇൻ്റലിജൻസും ഒക്കെ ഉള്ള ഒരു ബംഗാളിലെ എങ്ങനെയാണ് ഇത് സാറ്റിസ്ഫൈ, ഇതുകൊണ്ട് ടോളറേറ്റ് ചെയ്യപ്പെടുന്നത്, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിൽ എത്തുകയാണ് ഗാന്ധി. അതിനുശേഷം അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ 18 അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിനുശേഷം ഇദ്ദേഹം ചാപ്റ്റർ 90 തുടങ്ങുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ റിലീജിയൻ്റെ പേരിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് കുറച്ചുകൂടി ക്യൂരിയോസിറ്റി ആയി. എന്ന് വെച്ചാൽ ഹി നീഡ് ടു നോ മോർ എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇദ്ദേഹം എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ബംഗാളി ലൈഫിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ദെൻ അദ്ദേഹം നേരെ ബ്രഹ്മസമാജിനെ കുറിച്ച് അറിഞ്ഞു. ദെൻ ബ്രഹ്മസമാജിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ ലീഡേഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ തുടങ്ങി. അങ്ങനെ പ്രതാപ് ചന്ദ്ര മസുംദർ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് അറിഞ്ഞു. ദെൻ ഇദ്ദേഹത്തിൻ്റെ മീറ്റിംഗ്സ് ഒക്കെ ഇദ്ദേഹം പോയി കാണാൻ തുടങ്ങി. അതുപോലെ ലോട്ട് ഓഫ് പേഴ്സൺ ഇദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതാണ് ദേവേന്ദ്ര നാഥ് ടാഗോർ. പക്ഷെ അദ്ദേഹത്തിനെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് നമ്മുടെ ഗാന്ധിക്ക് കിട്ടുന്നില്ല. ദെൻ അവിടെ വെച്ചിട്ട് അദ്ദേഹം ബംഗാളി മ്യൂസിക് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബംഗാളി മ്യൂസിക്കിൻ്റെ ലവറായി മാറുന്നുമുണ്ട് ഗാന്ധി. ദെൻ അതിൽ നിന്ന് എന്ന് വെച്ചാൽ ബ്രഹ്മസമാജിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി എങ്ങനെ ആയാലും എന്താണ്, സ്വാമി വിവേകാനന്ദനെ കാണാതെ പോവില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ പോകുന്നുണ്ട്. പക്ഷെ എന്താണ്, സ്വാമി വിവേകാനന്ദനെ കാണാൻ സാധിക്കുന്നില്ല നമ്മുടെ ഗാന്ധിക്ക്. പക്ഷെ അതിനുശേഷം ഇദ്ദേഹം നിവേദിത, സിസ്റ്റർ നിവേദിതയെ കാണുന്നുണ്ട്. സിസ്റ്റർ നിവേദിത ആരാണ്? ഐ ഹോപ്പ് യു നോ ഹെർ. സിസ്റ്റർ നിവേദിത ഈ ഒരു ഡിസിപ്പിളാണ്. ദാറ്റ് മീൻസ് സ്വാമി വിവേകാനന്ദൻ്റെ ഡിസിപ്പിളാണ്. ഷി വാസ് എ ടീച്ചർ. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു ലേഡിയാണ്. ദെൻ ഗാന്ധി വാസ് വെരി മച്ച് ഇംപ്രസ്ഡ് അബൌട്ട് ഹെർ. അതുപോലെ തന്നെ അവരുടെ കുറേ ബുക്സിനെ കുറിച്ചുള്ള അറിവൊക്കെ കിട്ടിയിട്ടാണ് ഗാന്ധി അവിടെ നിന്ന് വരുന്നത്. ദെൻ ഈ ഒരു നിവേദിതയെ കണ്ടതിനെ കുറിച്ച് ഗോഖലെയോടും ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇത്രയും വൊളട്ടൈലായൊരു പേഴ്സണെ കുറിച്ച് എന്ന് വെച്ചാൽ പേഴ്സണെ കണ്ടിട്ടില്ല. ഗോഖലെയും അത് സമ്മതിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ലേഡിയാണ് അവരെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് കൃത്യമായൊരു എന്ന് വെച്ചാൽ കൃത്യമായൊരു സംസാരമൊന്നും എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഒന്നും അവിടെ നടത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടവും ഇദ്ദേഹത്തിന് ഉണ്ട്. ഓക്കെ, ദെൻ പിന്നീട് വാട്ട്സ് ഹാപ്പനിങ് ഈസ്, പിന്നെ അദ്ദേഹം എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദിവസം അദ്ദേഹം രണ്ട് പാർട്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ കൽക്കട്ടയിലുള്ള ലീഡിങ് പീപ്പിൾസിനെ കാണുക, രണ്ടാമത്തത് റിലീജിയസ് ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിക്കുക. ഇങ്ങനെ രണ്ടായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം. കാരണം ഈ ഒരു കൽക്കട്ടയിലുള്ള വലിയ വലിയ ആളുകളെ കണ്ടാലാണ് ഇദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിലുള്ള വർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ സെക്കൻഡ് തിങ് എന്താണ്, ഇദ്ദേഹം വളരെ ക്യൂരിയസ് ആണ്. ഈ ഒരു ബംഗാളി കൾച്ചർ, ഈ ബംഗാളി റിലീജിയൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളോട് വളരെ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ദെൻ അദ്ദേഹം ഡോക്ടർ മുലിക്കിൻ്റെ ഒരു സ്പീച്ചിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ അതിനുശേഷം ഇദ്ദേഹം പിന്നീട് വീണ്ടും ഗോഖലെയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാ ബംഗാളി ഫാമിലീസുമായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടുന്നു. ദെൻ അവിടെ നിന്ന് ബർമയിലേക്ക് പോകുന്നു. ദെൻ ബർമയിൽ കണ്ട കുറേ കാഴ്ചകൾ ഇദ്ദേഹത്തിന് വളരെയധികം വിഷമത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഒരു നാട്ടിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഇദ്ദേഹത്തിനെ മാറ്റുന്നു. ദെൻ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, എന്ന് വെച്ചാൽ ബർമയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഗോഖലെയെ വിട്ടു പോകാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ടൂറ്, ദാറ്റ് മീൻസ് ഈ ഒരു നാട് മൊത്തം കാണാൻ, അതും ഈ നാട് 3rd ക്ലാസ് ടൂറായിരിക്കണം. എന്ന് വെച്ചാൽ 3rd ക്ലാസ് പീപ്പിൾസിൻ്റെ കൂടെയുള്ളൊരു യാത്ര, അവരെക്കുറിച്ച് അറിഞ്ഞിട്ട് വരാനുള്ളൊരു യാത്ര എനിക്ക് അനിവാര്യമാണെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ഇതിനെക്കുറിച്ച് ഗോഖലെയോട് സംസാരിക്കുന്നു. ദെൻ അവിടെ എത്തുമ്പോൾ
ഗോഖലെ ആദ്യം ചോദിക്കുന്നുണ്ട്, ഇറ്റ് ഈസ് നെസസറി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഗാന്ധിജിക്ക് പോകണം എന്ന് പറയുമ്പോൾ ഗോഖലെ എല്ലാം സെറ്റാക്കി കൊടുക്കുന്നു. കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്, എത്രത്തോളം ഗോഖലെ ഗാന്ധിജിയെ ടേക്ക് കെയർ ചെയ്തിരുന്നു എന്നുള്ളത് ആ ഒരു സെന്റൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഗോഖലെ ഹിംസെൽഫ് ഗേവ് മീ എ മെറ്റൽ ടിഫിൻ ബോക്സ് ആൻഡ് ഗോട്ട് ഇറ്റ് ഫിൽഡ് വിത്ത് സ്വീറ്റ് ബോൾസ് ആൻഡ് പൂരീസ്. ഐ purchased a canvas bag worth 12 annas and a long coat made of chaya wool. The bag was to contain this coat and dhoti, a towelette shirt. I had a blanket as well to cover myself with and a water jug. അപ്പോൾ ഗോഖലെ എന്തൊക്കെ ചെയ്യണം, ഒരു മെറ്റൽ ടിഫിൻ ബോക്സ് കൊടുക്കുന്നുണ്ട്, അതിലെന്താണ് പൂരീസും അതുപോലെ സ്വീറ്റ് ബോൾസും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എല്ലാ അറേഞ്ച്മെൻറ്റോട് കൂടിയാണ് അവിടെ നിന്ന് പോകുന്നത്. ദെൻ ഇദ്ദേഹത്തിനെ യാത്രയാക്കാൻ ഗോഖലെയും ഡോക്ടർ റായും വരുന്നുണ്ട്. ദെൻ അവിടെ ഗോഖലെ പറയുന്നുണ്ട് എന്നുവെച്ചാൽ ഇവിടേക്ക് ദാറ്റ് മീൻസ് ഇവിടേക്ക് വരാൻ എന്നുവെച്ചാൽ ഗോഖലെയും അതുപോലെ തന്നെ റായും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ വരണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ ഷുഡ് നോട്ട് ഹാവ് കം ഇഫ് യു had gone first class but now I had to, said ഗോഖലെ. എന്നുവെച്ചാൽ തേർഡ് ക്ലാസ് ട്രിപ്പാണ് പോകുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നീ ഫസ്റ്റ് ക്ലാസ്സിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല, ഞാൻ വരില്ലായിരുന്നു, പക്ഷേ ഇപ്പം എന്തായാലും എനിക്ക് വന്നേ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ദാറ്റ് മച്ച് ഓഫ് ഒരു കൺസേൺ ആർക്കുണ്ടായിരുന്നു, ഗോഖലെക്ക് നമ്മുടെ ഗാന്ധിയോട് ഉണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നമ്മുടെ ഗാന്ധി, thus with their good wishes I started on my journey. So he is starting his journey from there. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു സ്റ്റഡിയിങ് മൈൻഡ്, എല്ലാറ്റിനോടും ഒരു റിസർച്ചിങ് ആ ഒരു മെൻറ്റാലിറ്റി, ഇന്നത് കാര്യങ്ങൾ അറിയണം, ഈ രാജ്യത്തെക്കുറിച്ച് ഇത്രയ്ക്ക് പഠിക്കണം എന്നുള്ളൊരു സ്പിരിറ്റോട് കൂടിയാണ് അദ്ദേഹം ഇറങ്ങുന്നത് ഈ ഒരു യാത്രയ്ക്ക്. അപ്പോൾ ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി. അപ്പോൾ ആ ഒരു 3 പാർട്ട്, ഐ മീൻ ചാപ്റ്റർ 7, ചാപ്റ്റർ 18, ചാപ്റ്റർ 19, ഇത് 3 പാർട്ടും ഒന്ന് വായിക്കുക, എന്നിട്ട് എക്സാമിന് പോവുക. ബിക്കോസ് ടെസ്റ്റ് ഈസ് നെസസറി, ടെസ്റ്റ് വായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇഫ് പോസിബിൾ എന്തെങ്കിലുമൊക്കെ ഒരു ലൈൻസ് ടെസ്റ്റിൽ നിന്ന് എക്സാമിന് കോട്ട് ചെയ്യുവാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പോൾ നമ്മളിന്ന് ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി എന്താണെന്ന് പഠിച്ചു. ദെൻ MK ഗാന്ധീസ് ഓട്ടോബയോഗ്രഫി, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് നമ്മൾ ഏകദേശം മനസ്സിലാക്കി. I think you got an idea. I hope you understood everything. So that's all about today. Thank you.